അങ്ങനെ ടിക്കറ്റ് ഫിനാലെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് 3 ടാസ്ക് കഴിഞ്ഞു. 3 ടാസ്കിലും അത്ഭുതകരമായ ഗംഭീരമായ ലീഡാണ് അഭിഷേക് വെച്ചേക്കുന്നത്. നാളെ അത് തന്നെ സംഭവിക്കുന്നതാണ് തോന്നുന്നത്. ആ ലീഡിനെ മറികടക്കാൻ ബാക്കിയുള്ളവർക്ക് കഴിയോ? ഇതുവരെ സീറോയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ബോണസിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യത്തെ ടാസ്ക് മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട്. മനസ്സിലായ ആൾക്കാർ മനസ്സിലാവുന്ന ആൾക്കാരുടെ കളിയും കൂടെ കളഞ്ഞു. ഇന്ന് സായി എന്തിനാണ് ഒരു ചെറിയൊരു ഉപകാരം എന്നൊന്നും ചെറിയൊരു കാര്യം അഭിഷേക് ചെയ്ത് സമയം കൊടുത്തു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് പകരം സായിയുടെ പ്രൈസ് പോലും അല്ലെങ്കിൽ 1ാം സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ട് അഭിഷേകിനെ ജയിപ്പിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ 3 ടാസ്ക്കാണ് നടന്നത്. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ മാത്രമേ ഇപ്പോൾ അവിടെ നടക്കുന്നുള്ളൂ. ഒരു മൈൻഡ് ഗെയിമോ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നത് BB+ കാണിക്കും. അതിനകത്ത് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ വിലയിരുത്തുന്നതൊക്കെ അതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനഃപൂർവ്വം ബിഗ് ബോസ് കൊടുത്തതാണ്. കാര്യം ടിക്കറ്റ് ഫിനാലെ ഉണ്ടായാലേ ആ ടിക്കറ്റ് വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ആരൊക്കെയാണ് കഴിയുന്ന, അതിനകത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഫിനാലെ ടിക്കറ്റ് മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആരെന്നൊക്കെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ആൾക്കാർ കുറേ പേരുടെ പേരുകളൊക്കെ പറഞ്ഞായിരുന്നു. അത്രേ ഉള്ളൂ. വേറെ ഒരു ഗെയിമോ എൻ്റർടൈൻമെൻറ്റോ ഒന്നുമില്ല. ആകെ കൂടി ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. കുറേ ടാസ്കുകളായി കേട്ടോ ഈ സീസണിൽ. എനിക്ക് തോന്നുന്നു ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. അത് ടാസ്കുകൾ ബിഗ് ബോസ് റിലേറ്റഡ് തന്നെയാണ്. തമിഴ് ബിഗ് ബോസിലെ ടാസ്കുകൾ തന്നെ കൂടുതലും. പക്ഷേ നമ്മുടെ ക്ലാസിക് ടാസ്കുകളൊന്നും ഇല്ല, വളരെ കുറവാണ്. ആകെ കൂടെ എന്താ ഉണ്ടായ 1-2 ടാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം BB ഹോട്ടലും പിന്നെ ആ മുതുകിലെന്തോ ഒട്ടിക്കുന്നു അത് മാത്രം ഉണ്ടായിരുന്നു. വേറെ ഒരു ടാസ്കുകളും ഒന്നും ബിഗ് ബോസിൻ്റെ ലെവൽ ടാസ്കുകളൊന്നും വന്നിട്ടില്ല ഈ സീസണിൽ. ഇനി വരുമോ ഇല്ലയൊന്നും ഒരു പിടിയില്ല. ഇന്ന് നടന്ന 3 ടാസ്കുകളിൽ ആദ്യത്തെ ടാസ്ക് ഗോൾഡൻ റാബിറ്റാണ്. ഈ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ്. ഒന്നാമത്തെ കാര്യം ഭാഗ്യമാണ്. അതേപോലെ തന്നെ അലയൻസ്. നമുക്ക് ഒരാളില്ലാണ്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ വേറൊരാളുടെ സഹായം ഇതിനകത്ത് വേണം. ആ സഹായത്തോട് തന്നെയാണ് ഇവിടെ പല ആൾക്കാരും ഇതിനകത്ത് പോയിന്റ് നേടിയതും. സഹായമില്ലാതെയും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവരും എല്ലാം ഔട്ടായിപ്പോയി. പല ആൾക്കാർക്കും ഇത് മനസ്സിലായിട്ടില്ല. ആദ്യം മനസ്സിലാകാത്ത വ്യക്തി നോറയ്ക്ക് ഈ ടാസ്ക് എന്തെന്ന് പോലും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരി ആദ്യം ഈ ടാസ്കിൻ്റെ ലക്ഷ്യം ഒരു ശക്തമായ ഒരു വീടുണ്ടാക്കണം. അവർക്ക് കട്ടകൾ എടുത്തുകൊണ്ട് പോകാൻ പാടായിട്ടുള്ള രീതിയിലുള്ള വേണം ഇതിനെ അറേഞ്ച് ചെയ്യാൻ. അങ്ങനെ അതിന് പകരം നോറ ഇവിടെ 5 കട്ട വെച്ച് അറേഞ്ച് ചെയ്ത് എല്ലാം പൊളിച്ചെടുത്തോണ്ട് പോയി. നോറ പക്ഷെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. വെറുതെ പാളിപ്പോയി. അതാണ് സംഭവം പച്ചയ്ക്ക് പറഞ്ഞത്. എന്നിട്ട് എന്തൊക്കെയോ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ മുടന്ന ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ചുമ്മാതാണ് ടാസ്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലാവാത്ത 2 വ്യക്തികൾ ജിൻഡോയും ഋഷിയും ഒക്കെയാണ്. അവർക്ക് അലയൻസ് വെച്ച് കളിക്കായിരുന്നു, അവർക്ക് തമ്മിൽ ചേർന്ന് കളിക്കാമായിരുന്നു. പക്ഷെ അവർ കളിച്ചില്ല, അവർക്ക് അറിയത്തില്ല. അവർ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കാൻ നോക്കി മാക്സിമം. അതായത് അവർക്ക് അവസരം വരുമ്പോൾ ഓരോരുത്തരുടെ പൊട്ടിച്ചിട്ട് അതിൻ്റെ റാബിറ്റ് എടുക്കാം. പക്ഷെ നമ്മുടെ കൂടും ഒരാൾ പൊട്ടിക്കും എന്നുള്ളത് അവർ ആലോചിച്ചില്ല. സത്യം പറഞ്ഞാൽ ജിൻഡോ അവിടെ പോയിട്ടില്ല. ജാസ്മിൻ മാത്രമായിരുന്നു ലക്ഷ്യം, അത് പൊട്ടിച്ചു. ഋഷി അവിടെ വേറെ ആൾക്കാരുടെ പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ച് അവസാനം ഇവരുടെ 3 പേരുടെയും പേരുകൾ ഒന്നിച്ചു വന്നു. അതായത് ജിൻഡോയുടെയും നന്ദനയുടെയും ഋഷിയുടെയും. നന്ദന വിട്ടുകൊടുക്കുമോ? നന്ദന ജിൻഡോയുടെ എടുത്തു, ഋഷി നന്ദനയുടെ എടുത്തു, ഋഷിയുടെ ജിൻഡോ എടുത്തു. അങ്ങനെ ആകെ കുളമായി 3 പേരും പുറത്തായി. സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാതെ കളിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ജാസ്മിൻ്റെ കൂടെ ഒന്നും അവിടെ ആരും നിൽക്കത്തില്ല. ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ അവർ 2 പേരും കൂടെ കളിച്ച് കയറിയേനെ. പക്ഷേ ഇത് ജാസ്മിൻ്റെ കൂടെ ഒന്നും അവിടെ ആരും അലയൻസ് വെക്കാൻ നിൽക്കത്തില്ല, ജിൻഡോയുടെ കൂടെ നിൽക്കത്തില്ല. അതൊന്ന് സായി പറഞ്ഞായിരുന്നല്ലോ, ആരെ നമ്പിയാലും ജിൻഡോനെ നമ്പരുതെന്ന്. പിന്നെ സിജോ സായി അവർ ഒന്നിച്ചാണ് കളിച്ചത്. പല കാര്യങ്ങളിലും അവർ ഒന്നിച്ചാണ് കളിച്ചത്. അർജുനും ശ്രീതും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കളിച്ചത്. അവരും ഒന്നിച്ച് കളിക്കണം. പക്ഷെ അവർക്ക് ഈ കോംബോ എന്ന് പറഞ്ഞ ഡ്രാമയൊക്കെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരും കൂടുതൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഒന്നിച്ച് കളിക്കാൻ നിന്നില്ല. അത് കാരണം അവർ 2 പേരും അതിനകത്ത് പെട്ടു. അതിൽ തന്നെ അർജുൻ അങ്ങ് താഴോട്ട് അങ്ങ് പോയി, അർജുൻ്റെ മാർക്കും എല്ലാം. പിന്നെ അഭിഷേകിന് ഒരു റാബിറ്റും കിട്ടാതെ നിന്നെയാണ്. എപ്പോഴോ അഭിഷേക് അവസാനം വന്നു അഭിഷേക് അവസാനം ഭാഗ്യം കൊണ്ട് വന്നു. സായിക്ക് കുറച്ച് നേരം എടുക്കാൻ ആ ഋഷിയുടെ 5 റാബിറ്റും കൂടെ എടുക്കാനുള്ള ഒരു അവസരം സായിക്ക് കൊടുത്തു. സായി എൻ്റെ പ്രത്യുപകാരമായിട്ട് 4 റാബിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു കൊടുത്തു. അങ്ങനെ സമാസമമാക്കി. അതെന്തിനൊന്നും ഒരു പിടിയുമില്ല. പ്രേക്ഷകർക്ക് പണ്ടത്തെ ഈ ചില സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ഈ വിട്ടുകൊടുക്കലും സാക്രിഫൈസിനും ഒക്കെ വില ഉണ്ടാകുന്നത്. വെറുതെ വിട്ടുകൊടുക്കുന്നതിന് ഒരു വില എപ്പോഴും ഉണ്ടാകത്തില്ല, എപ്പോഴും കിട്ടത്തില്ല. അത് വലിയ മാസുമല്ല. അപ്പോൾ ഇവിടെ സായി എന്തിനാണ് ഇത് ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് സമയം അഭിഷേക് നിൽക്കാൻ വേണ്ടി കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ആ റാബിറ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് സമയം സായിക്ക് കൊടുത്തത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് പോലും ഓൾറെഡി ജയിച്ചു നിൽക്കുന്ന സായി അവിടെ അഭിഷേകിന് 4
റാബിറ്റ് കൊടുത്ത് ഇറ്റ്സ് എ ഗെയിം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കമന്റ് ബോക്സിലൊന്നും സായിയുടെ ഗെയിം അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എപ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴും സാക്രിഫൈസ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് കളിക്കേണ്ടത് നമ്മൾ കളിച്ച് കയറണം. അങ്ങനെയാണ് പണ്ടൊക്കെയാണ് ഈ സാക്രിഫൈസ് ഒക്കെ ആൾക്കാർ വീഴുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. ആ സിറ്റുവേഷനിൽ നമുക്കത് നമുക്ക് ഒരാൾക്ക് വിട്ടുകൊടുക്കുന്നതും ഒരാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതും ഒക്കെ നമുക്കത് സൂപ്പർ എന്ന് നമ്മൾ പറയും. അല്ലാണ്ട് ഇതിനൊന്നും എന്തോന്നിരിക്കുന്നു, ഒരാൾ ജയിച്ച് നിൽക്കുന്നു, നമ്മളെടുത്ത് ഒരു ഭാഗം ഇട്ട് കൊടുക്കുമോ ഒരാൾക്ക്? ഇല്ല. അപ്പം ഇവിടെ അത് പറയുന്നത് സാക്രിഫൈസ് എന്ന രൂപത്തിൽ സായിക്ക് കുറച്ച് സമയം കൊടുത്തതിന് സായി പ്രത്യുപകാരൻ്റെ അഭിഷേകിന് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് റൗണ്ട് സായി ഉഴപ്പി കളിക്കുകയും ചെയ്തു. അങ്ങനെ കളിച്ചിട്ട് അഭിഷേക് ജയിച്ചു. അഭിഷേക് അടുത്ത കളികളിലൊക്കെ സൂപ്പറായിട്ട് കളിച്ചു. അടുത്ത 2 ടാസ്കുകളുണ്ടായിരുന്നു. അതായത് കയ്യാലപ്പുറത്തിൽ 6 ബോൾ ഇട്ടു. അതുപോലെ തന്നെ പന്താട്ടം എന്ന ടാസ്കിൽ സായി ഫസ്റ്റ് വന്നു. അതും വിട്ടുകൊടുക്കാമായിരുന്നല്ലോ. അഭിഷേക് സെക്കൻഡും വന്നു. അങ്ങനെ നാളെ റിപ്പോർട്ടുകൾ പ്രകാരം നാളെ അഭിഷേക് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുകയാണ് 11 പോയിന്റോടുകൂടി. ഒരുപാട് അങ്ങ് ലീഡ് ചെയ്താൽ പിന്നെ ഈ ടാസ്കിന് ഒരു വില ഉണ്ടാവില്ല കേട്ടോ. കാര്യം മറ്റവരൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് കുറേ പേര് ഇപ്പോഴും 0-ൽ കിടക്കുക. നന്ദന, നോറ, അവരൊക്കെ ഋഷി ബോണസ് കിട്ടിയ ഋഷിക്ക് 2 പോയിന്റേ ഉള്ളൂ ഇപ്പോൾ 1 പോയിന്റിലാണ് നിൽക്കുന്നത്. അവസാനം ഇന്നത്തെ സ്കോർ പറയാം. അഭിഷേക് 8, സായി 5, അർജുൻ 2, ഋഷി 2, സിജോ 1, ജാസ്മിൻ 1. ബാക്കിയുള്ളവരൊന്നും തുറന്നിട്ട് പോലുമില്ല. നോറ, നന്ദനയൊക്കെ 0ആണ്. അപ്പോൾ ഇനി അഭിഷേക് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടാസ്കിന് ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ടാസ്കുകൾ രസം ഉണ്ടാവുള്ളൂ. പിന്നെ BB+ നടന്ന മറ്റേ സംഭവം ടിക്കറ്റ് ഫിനാലെ മാത്രം വെച്ചിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ടാർഗറ്റ് ചെയ്തത് നോറേനെയും ശ്രീധുവിനെയും അതുപോലെ തന്നെ ജാസ്മിനെയാണ്. പിന്നെ കുറച്ച് പേര് അഭിഷേകിൻ്റെയും സായിയുടെയും നന്ദനയുടെ ഒക്കെ പേര് പറഞ്ഞു. നോറ ശ്രീധുവിനെ എക്സ്പോസ് ചെയ്തു. അതായത് വാ തുറന്ന് സംസാരിക്കുക, എനിക്ക് ബഹളം വെക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നതല്ല ഗെയിം എന്ന് പറഞ്ഞ് ശ്രീധുവിൻ്റെ ഗെയിം അങ്ങനെയാണ്. ശ്രീധുവോടെ ഹൈഡ് ചെയ്ത് നിന്ന് സേഫ് ഗെയിമാണ് ശ്രീധു കളിക്കുന്നത്. ശ്രീധു എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി എന്താണെന്ന് ഇപ്പോഴും ശരിക്കുള്ള ജനങ്ങൾക്കറിയില്ല. അവരുടെ ഫാൻസിന് അറിയായിരിക്കും. പക്ഷേ അത് സീരിയലൊക്കെ കണ്ടിട്ട് പിന്നെ കോംബോ കണ്ടിട്ട് കുറച്ച് പേരുണ്ട്. അല്ലാണ്ട് എന്താണ് ശ്രീധു, ആരാണ് ശ്രീധു? എനിക്ക് ശ്രീധുവിൻ്റെ അമ്മയെ മനസ്സിലായല്ലോ. കാര്യം ആ അമ്മയുടെ വ്യക്തിത്വം തുറന്നു കാണിച്ചു നമ്മുടെ മുന്നിൽ. അഭിപ്രായങ്ങൾ, പുള്ളിക്കാരിയുടെ തീരുമാനങ്ങൾ എല്ലാം നമ്മുടെ മുന്നിൽ കാണിച്ചു. എനിക്ക് ശ്രീധുവിൻ്റെ അമ്മയെ മനസ്സിലായല്ലോ. ഞാൻ ശ്രീധുവിൻ്റെ അമ്മയായിട്ട് കണക്റ്റ് ആയല്ലോ. പക്ഷേ ശ്രീധുവായിട്ട് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ശ്രീധുവിനെ. അത് കാര്യം നോറ അവിടെ തുറന്നു കാണിച്ചു. നോറ ജാസ്മിനെ ചൊറിയാൻ പോയിട്ട് ജാസ്മിൻ തിരിച്ച് നോറേനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കള്ളം പറയരുത് ആവശ്യമില്ലാണ്ട്. ചേഷ്ട എന്ന് പറഞ്ഞ സംഭവം സിജോ പറഞ്ഞതല്ലേ എൻ്റെ തലയെ കൊണ്ടിടുന്നത്. അതെടുത്ത് വല്ലഭം പറയുന്ന കാര്യം എടുത്ത് നമ്മുടെ തലയിൽ ഇടുന്നതിനാണ്. കള്ളം പറയരുത്. നിന്റെ കള്ളങ്ങളൊക്കെ എനിക്ക് പൊളിച്ചു തരാൻ പറ്റും. നീ ആദ്യം വന്നിരുന്ന് സംസാരിക്കാൻ നോക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നോറയെടുത്ത് ആരും ഇരുന്ന് സംസാരിക്കില്ല. കാര്യം പുള്ളിക്കാരുടെ ഭാഗം മാത്രമേ പറയത്തുള്ളൂ. തിരിച്ചങ്ങോട്ടൊന്നും കേൾക്കത്തില്ല. ഒരു സ്റ്റോറി ഓൾറെഡി വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് സംസാരിക്കും. സോ എനിക്കൊന്ന് റസ്മിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നോറയുടെ വാക്കുകൾ കേൾക്കാൻ. പിന്നെ ക്യാമറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് സായിയുടെ ഗെയിമിന് അർജുനും ശ്രീധുവും കൂടെ പൊളിച്ചു. കാര്യം സായിയുടെ പ്രത്യേകിച്ച് പറയാം, സ്വന്തം പ്ലാനുകൾ 2 പേരെടുത്ത് പോയിരുന്ന് പറയും എപ്പോഴും. അപ്പോൾ അവർ ഈ സായിനെ പൊക്കി പിടിക്കും. ഭയങ്കര ഗെയിമർ എന്ന് പറഞ്ഞു. അല്ലാണ്ട് വേറൊരു ഗെയിമും സായിക്ക് അവിടെ ഇല്ല എന്ന് അർജുനും ശ്രീധുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിലിൽ നടന്നത്. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. മെയ് 28 പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യ തപ്പും തകിലും എന്നൊക്കെ പറഞ്ഞ പാട്ട് ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് 10 ജിൻഡോ ഇത് 30 ദോശ കേട്ടാ ഇന്നലെ ഉണ്ടാക്കി വെച്ചത്. എല്ലാവർക്കും ഈ ഗോതമ്പ് ദോശ ഇന്നലെ ഉണ്ടാക്കിയത് പിടിക്കത്തില്ല കേട്ടാ. എനിക്ക് പിടിക്കത്തില്ല. അത് പുളിക്കും ഭയങ്കരമായിട്ട്. പുളിച്ചു പോകും. അത് ദോശയൊക്കെ പുളിച്ചു പോവില്ലേ? എനിക്കറിയില്ല ഇവരെങ്ങനെ കഴിക്കണമെന്ന്. ഇതൊക്കെ ചപ്പാത്തി കുഴപ്പമില്ല, ഡ്രൈ ആണ്. പക്ഷെ ദോശയിലൊക്കെ വാട്ടർ കണ്ടന്റ് ഇല്ലേ എന്തോ എനിക്കറിയില്ല. ഈ ഇന്നലത്തെ ദോശയൊക്കെ പുളിച്ചു പോവും. ചിലർക്കൊന്നും വയറ്റിന് പിടിക്കില്ല അത്. അപ്പം ജിൻഡോ ഇന്നലത്തെ ദോശ അതെനിക്ക് വേണ്ട, എനിക്ക് പറ്റത്തില്ല അത്. അപ്പം ശ്രീധു ഇതെല്ലാവരും കഴിക്കുന്നതല്ലേ അല്ലേ, ചേട്ടൻ കഴിച്ചോ? അല്ല എനിക്ക് വേണ്ട, എനിക്ക് വയറിന് പറ്റില്ല. ദോശയും ചോറ് എനിക്കും ചോറ് പിടിക്കില്ല. എൻ്റെ റൂബിക്ക് പോലും ഇതൊന്നും പിടിക്കൂല. എൻ്റെ റൂബിക്കും പിടിക്കും, വയ്യാണ്ടാവും. റൂബി എന്ന് എൻ്റെ പട്ടിക്കുഞ്ഞാണേ പറഞ്ഞത്. അവർക്കൊന്നും പിടിക്കൂല, ആർക്കും പിടിക്കില്ല. ചിലർക്കൊന്നും പിടിക്കുക, എനിക്കൊന്നും പിടിക്കത്തേ ഇല്ല. വയറ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും, പ്രത്യേകിച്ച് പ്രായം കൂടുന്തോറും. പിന്നെ കൊച്ചു പിള്ളേർക്കൊന്നും കുഴപ്പമില്ല, നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ. അപ്പോൾ ശ്രീധു പറയാണ്, ചേട്ടൻ കഴിച്ചിട്ടില്ലേ? ഇല്ല എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ചുട്ടോളാം. ഇത്രയും ദോശ ബാക്കി വന്നാ ഇന്നലത്തത് 10-20 ദോശയുണ്ടല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ അപ്പോൾ ജാസ്മിൻ എണീറ്റ് വന്നു, ഞാൻ ചുട്ട് തരാം. ഇല്ല വേണ്ട ജാസ്മിൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ശ്രീധു ചുട്ടു കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു ദോശ ചുട്ടു. എന്ത് പറ്റി? ഫുഡൊന്നും ഇല്ലേ ഇപ്പോൾ? എന്ത് പറ്റി? ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നല്ലോ. ആരാ ഒന്നും ഉണ്ടാക്കാത്തത്? ഞാൻ ഇന്ന് നോറ കിച്ചൺ ടീമിൽ കഞ്ഞി ഉണ്ടാക്കുന്നത് കണ്ടു. ജാസ്മിന് നോറ കിച്ചൺ ടീമിൽ വന്നു. എനിക്കൊന്ന് അഭിഷേകിനെ മാറ്റി നോറേനെ ആക്കിയെന്ന് തോന്നുന്നു. എന്ത് പറ്റി? 10 പേരുണ്ടായിട്ട് കിച്ചണിൽ ഒന്നുമില്ല. എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഗോൾഡൻ റാബിറ്റിൻ്റെ ടാസ്ക് വരുന്നത് കേട്ടോ. അറിയാമല്ലോ നിയമങ്ങളൊക്കെ.
അതായത് ഭാഗ്യം വേണം, ബുദ്ധി വേണം, വേഗത വേണം. ഗോൾഡൻ റാബിറ്റിനെ ചുറ്റും ഒരു കൂടുണ്ടാക്കണം. അടുത്ത ബസറിൽ ഓരോരുത്തരെ കാർഡ് എടുക്കും. ആ കാർഡ് എടുക്കുന്ന അനുസരിച്ച് മറ്റുള്ളവരുടെ കൂട് തകർത്ത് റാബിറ്റ് സ്വന്തമാക്കണം. സ്വന്തം റാബിറ്റ് എടുക്കാൻ പാടില്ല മറ്റാരും. അങ്ങനെയാണെങ്കിൽ ഔട്ടാണ്. ടൈമറുണ്ട്, ടൈമറിനകം വന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കണം, ഇല്ലെങ്കിലും പുറത്താവും. സോ അങ്ങനെ ആരും പുറത്തായിട്ടില്ല. അങ്ങനെ ഇവരെല്ലാവരും ചർച്ച ചെയ്ത് പോയി നിൽക്കുകയാണ്. ആദ്യം തന്നെ കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബസർ അടിക്കുകയാണ്. അപ്പോൾ നോറ ആദ്യത്തെ 5 സെക്കൻഡ് കൊണ്ട് 5 കട്ട എടുത്ത് വെച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ച്, ഞാൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയതായിരിക്കും. ഏറ്റവും ചെറിയ കൂടെ ഉണ്ടാക്കണമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയതും തമിഴിനും കണ്ടതും ഇങ്ങനെയല്ലല്ലോ. അവിടെ ഭയങ്കര മത്സരമായിരുന്നു കേട്ടോ, ഇതിനെക്കാട്ടി മത്സരമായിരുന്നു അവർ. ഇതാണെങ്കിൽ അവർക്ക് റാബിറ്റ് എടുത്തു കൊടുക്കാനൊക്കെ അവർ നിന്ന് കൊടുക്കുന്നുണ്ട്. മറ്റേ അങ്ങനെ തട്ടിപ്പറിക്കുക അവർ ചെയ്തത് കുറേയൊക്കെ. അപ്പം നോറ 5 കട്ട എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ പോയിട്ട്. കണ്ടോ എൻ്റെ ഗെയിം? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ നല്ല കൂടുണ്ടാക്കുന്നു കട്ടിക്കുള്ള. അപ്പോൾ കൂടുണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാനും ബുദ്ധിമുട്ടുള്ള രീതിയിൽ വേണം ഉണ്ടാക്കാൻ. നേരെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് ബസർ അടിക്കുന്നു, നോറ തിരിച്ചു വന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞ് കാർഡ് എടുക്കുന്നു. ശ്രീതു, ജാസ്മിൻ, ഋഷി ഇവരൊക്കെയാണ് പോവേണ്ടത്. ഋഷി നേരെ പോയിട്ട് നോറയുടെ 4 കട്ട എടുത്തിട്ട് റാബിറ്റ് എടുത്തുകൊണ്ട് വന്നു. അപ്പം നോറ അപ്പോഴും എന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട്, ദൈവമേ പാളിപ്പോയാ, ഇതെന്താ ഇങ്ങനെ അല്ലല്ല ബിഗ് ബോസ് ഗെയിം വരേണ്ടത്. എന്നിട്ട് ക്യാമറയുടെ മുന്നിൽ പോയി പറഞ്ഞ് ഇതൊക്കെയല്ല ഗെയിം, എൻ്റെ ഗെയിം വേറെയാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിച്ചു ആരുടെയാണ് കട്ടകളൊക്കെ പോയത്. അത് ബിഗ് ബോസ് കളത്തിനകത്തല്ല, കളത്തിന് പുറത്ത്. നോറ കളത്തിന് പുറത്താണ് കട്ട എടുത്ത് വെച്ചേക്കുന്നത്. കളത്തിൻ്റെ പുറത്തെ കാര്യമൊന്നും അറിയണ്ട. ഇത്രയും പോലും ഗെയിം മനസ്സിലാക്കാത്ത മണ്ടന്മാർ. കളത്തിനകത്ത് എത്ര കട്ടകളുണ്ട്, അതൊക്കെ പോയി. അപ്പം ആരുടെ കയ്യിലാണ് റാബിറ്റ്? അത് ഋഷിയുടെ കയ്യിലാണ്. ഋഷി ജയിച്ച്. ശരി. അപ്പം നോറ അതേ ചിരിയോടുകൂടി ഇറങ്ങി പോകണം. അത് കഴിഞ്ഞ് നോറ ഔട്ട്. അടുത്ത കാർഡ് എടുക്കുന്ന അർജുൻ, നന്ദന, ശ്രീതു. നന്ദന പോയിട്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നു. ശ്രീതു ഋഷിയുടേത്. ഋഷി അർജുൻ പലരുടെ എടുക്കുന്നു. അങ്ങനെ 6 റൗണ്ടിൽ ആരുടെയും പോകുന്നില്ല റാബിറ്റ്. അത് കഴിഞ്ഞ് അടുത്ത കാർഡ് ജിൻഡോയ്ക്ക് ജിൻഡോയുടെ കാർഡ്, അഭിഷേകിന് ജോക്കർ കിട്ടുന്നു, അർജുന് അഭിഷേകിൻ്റെ കാർഡ് കിട്ടുന്നു. അഭിഷേക് ജോക്കർ കിട്ടിയോണ്ട് അത് നിർവീര്യമാകുന്നു. ജിൻഡോയും അഭിഷേകും. ജിൻഡോ നേരെ പോയി എങ്ങോട്ടേക്ക്? ജാസ്മിൻ അടുത്തേക്ക്. ജാസ്മിൻ എടാ ദുഷ്ട ജാസ്മിൻ്റെ മൊത്തം എടുത്തുകൊണ്ട് വന്നിട്ടിട്ട് ജാസ്മിൻ്റെ റാബിറ്റ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാടോ, നിങ്ങൾക്കൊരു കുന്തം മനസ്സിലായിട്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അടുത്ത ഗെയിമിൽ പുറത്താവും. അടുത്ത കാർഡ് സായിക്ക് നന്ദന, നന്ദനയ്ക്ക് ഋഷി, ഋഷിക്ക് ജിൻഡോ. സൂപ്പർ കോംബോ. ഓടുന്നു. ഋഷി ഓടിപ്പോയി എടുക്കണം നന്ദനയുടെ, നന്ദന ഓടിപ്പോയി എടുക്കണം ജിൻഡോയുടെ, ജിൻഡോ ഓടിപ്പോയി എടുക്കണത് ഋഷിയുടേത്. അവസാനം 3 എണ്ണത്തിന് 3 ഇത് കിട്ടി. ഓടിക്കയറിയത് ആദ്യം ജിൻഡോ, അത് കഴിഞ്ഞ് നന്ദന, അത് കഴിഞ്ഞ് ഋഷി. അപ്പം ജാസ്മിൻ വാടോ, തനിക്ക് കിട്ടും തനിക്ക് ഇപ്പം മെനയായി. ഇപ്പം തനിക്ക് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നന്നായിട്ടുണ്ട്. ജാസ്മിൻ അവിടെ ഉണ്ട്. സൂപ്പറായി. സന്തോഷമായ. ജിൻഡോയും കൂടെ ഔട്ടായല്ല. അപ്പം ഋഷി സൂപ്പർ. ലല്ലല്ല എനിക്കെല്ലാം കിട്ടും. സിജോയ്ക്കും ആദ്യം മനസ്സിലായില്ല. ഋഷിക്കെല്ലാം കൂടെ ഋഷിക്ക് കിട്ടി റാബിറ്റ്. എന്തോന്നായി? തന്നോട് പറഞ്ഞില്ലേ കൂടെ പോരേ ജാസ്മിൻ. അപ്പൊ ജിൻഡോ ഞാൻ നിന്നെയാണ് ഔട്ടാക്കിയതെന്നറിയാമോ? നീ 1 പോയിന്റ് വെച്ച് അങ്ങനെ ഇപ്പൊ കയറണ്ട. അപ്പൊ ഋഷി അവൻ കയറിക്കോട്ടെ, എനിക്ക് അവനെ ഇഷ്ടമാണ്. അപ്പൊ നന്ദന നിങ്ങൾ ഗ്രൂപ്പ് കളിയാണല്ലേ? എൻ്റെ പൊന്നുമോളെ, ഗ്രൂപ്പ് കളിക്കുന്നത് നിന്റെ ചേട്ടന്മാരാണ്, നമ്മുടെ സിജോയും സായി. ജിൻഡോ ചേട്ടാ ഗ്രൂപ്പ് കളിയല്ലേ? ജിൻഡോയ്ക്ക് ഗ്രൂപ്പ് കളി പോയിട്ട് കളി പോലും മനസ്സിലായിട്ടില്ല. ജിൻഡോ ഗ്രൂപ്പ് കളിയാ? ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഋഷിയുടെ എടുക്കുവോ? ഋഷിയുടെ എടുത്തത് തന്നെ ഇപ്പം നോക്കിക്കോ, ഋഷിക്കാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളത് എന്തോ ആയിപ്പോയി ജാസ്മിൻ. അപ്പം പോട്ടെ, ചാരമില്ല ചാച്ചിക്കോ എന്നൊക്കെ ജിൻഡോനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ജാസ്മിൻ ഋഷി നന്നായി നീ എന്തായാലും. അത് കഴിഞ്ഞത്തേക്കും ബിഗ് ബോസ് എന്തെങ്കിലും ശ്രദ്ധിച്ചോ നിങ്ങൾ? ഋഷിക്ക് കൂടില്ല, റാബിറ്റും ഇല്ല, ഋഷി ഔട്ട് കഴിഞ്ഞ്. എന്നാ ശരി മോനെ, നന്നായിട്ട് കളിച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട് ജിൻഡോ? നിങ്ങൾ കാരണം ഋഷി ഔട്ടായ? നിങ്ങൾ വലിയ കാര്യത്തിൽ നിങ്ങൾ ഋഷിയെ സംരക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? കഴിഞ്ഞ്. അപ്പോൾ ഉടനെ നന്ദനയും ജാസ്മിനും ഡാൻസ് എന്നൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അടുത്ത കാർഡ് സായി, ശ്രീതു, സിജോ. അതിനകത്ത് സായി സിജോയും കൂടെ ശ്രീതുവിൻ്റെ പൊട്ടിക്കുന്നു. ശ്രീതുവിൻ്റെ അടുത്ത് ഋഷിയുടെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഋഷി കൊണ്ടുവച്ചത് സായി പോയി എടുക്കുന്നു. എന്നിട്ട് മുകളിൽ കയറുന്നതിന് മുന്നേ അതൊക്കെ തഴയിടുന്നു. അപ്പോൾ ശ്രീതുവും പോയി ഒരെണ്ണം എടുക്കുന്നു. എന്നിട്ട് അപ്പോൾ ആരെ പോയി നോക്കുമ്പോഴത്തേക്ക് ശ്രീതുവിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീതു പറഞ്ഞു സായിയുടെ കൈ ഇരിക്കുന്നത് എൻ്റെ അല്ല. അങ്ങനെയൊന്നുമില്ല, ശ്രീതു ഔട്ട്. അടുത്ത കാർഡ് ജോക്കർ വരുന്നുണ്ട്. അഭിഷേകും സായിയുടെ അടുത്ത് 2 റാബിറ്റ് ഉണ്ട്. ആ സമയത്ത് അഭിഷേകും
സായിയാണ്. സായിയുടെ അടുത്ത് 2 റാബിറ്റ് ഉണ്ട്. നേരെ പോകുന്നു, അർജുൻ്റെയും സിജോയുടെയും മൊത്തം റാബിറ്റ് എടുക്കുന്നു, മറ്റേ റാബിറ്റും എടുക്കുന്നു. അഭിഷേക് സായിക്ക് സമയം കൊടുക്കുന്നു മറ്റേ റാബിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സായി മൊത്തം റാബിറ്റ് എടുത്തുകൊണ്ട് അവിടെ മുകളിൽ പോയി നിൽക്കുന്നു. അർജുനും സിജോയും ഔട്ടാകുന്നു. എത്ര റാബിറ്റ് എന്ന് ചോദിക്കുന്നു. അഭിഷേകിൻ്റെ അടുത്ത് 1 റാബിറ്റും ഉണ്ടായിരുന്നില്ല. അവസാനം 4 റാബിറ്റ്, 3 റാബിറ്റ് അഭിഷേക് അവിടെ നിന്ന് എടുക്കുന്നു. ബാക്കിയുള്ള റാബിറ്റ് സായി എറിഞ്ഞു കൊടുക്കുന്നു. ഇനിയാണ് കളി. ബിഗ് ട്വിസ്റ്റ് എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ട് ഒരു ട്വിസ്റ്റും ഇല്ല. എന്നിട്ട് വെറുതെ എന്തെന്നാണ് അപ്പോഴേ സായി ജയിക്കേണ്ട ഗെയിമാണിത്. എന്നിട്ട് ഉടനെ തന്നെ അവർ ഓടുന്നു, പന്തയം കളിച്ച് ഓടുമ്പോഴും സായി പതുക്കെ ഓടുന്നു, അഭിഷേക് ജയിക്കുന്നു. അപ്പം അതെന്തുവാണല്ലേ. അപ്പം അതാണ് സംഭവം നടന്നത്. അങ്ങനെ ആ റൗണ്ട് അഭിഷേക് കൊണ്ടുപോകുന്നു. ഇനി അടുത്തത് ഇത് ടാസ്കൊക്കെ കഴിഞ്ഞ ശേഷം സിജോ, നിങ്ങളെന്തോന്നാണ് കിച്ചൺ ഏരിയയിൽ, നിങ്ങളിപ്പം 3ാമത്തെ റൗണ്ടിൽ നിങ്ങളെന്തോ നീ ജിൻഡോ. അപ്പം എനിക്ക് ഗെയിം അത്രേ മനസ്സിലായുള്ളൂ, എനിക്ക് മനസ്സിലായിട്ടില്ലെന്നേ, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ പൊളിച്ചോണ്ടേയിരിക്കും. ഋഷിയും അങ്ങനെ തന്നെ. അപ്പം ജാസ്മിൻ, ഇത് തന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് എന്നെ ഇയാൾ കളഞ്ഞു വെറുതെ. ഇവിടെ സായി ഋഷിയും നോറ അകത്ത്. അപ്പം സായി, നീ കളിക്കുന്നുണ്ട്, പക്ഷേ ഇതില്ല കേട്ടാ. ദയവ് ചെയ്ത് ആ മക്രോണീനെയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, ജിൻഡോനാന്ന് തോന്നുന്നു, വാക്കുകൾ കേൾക്കരുത്. ആ ജിൻഡോനെ ഒരിക്കലും നമ്പരുത് കേട്ടോ. അപ്പോൾ ഋഷി അത് അത്രയേ ഉള്ളൂ. ഋഷിയാണെങ്കിൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുക, ആരെന്ന് പറയും. അപ്പോൾ ജിൻഡോ ഇപ്പുറത്ത്, ഒരേ ഒരു പൊക്കൽ പോയി. ഞാൻ എല്ലാവരും എടുക്കും പൊക്കും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാ. അപ്പം ജാസ്മിൻ, നിങ്ങളിങ്ങനെ വിചാരിക്കുകയുള്ളൂ, നിങ്ങളുടെ വിചാരം ഇതാണ്, ഒറ്റ ബുദ്ധിയും വെച്ച് വിചാരിച്ചിരുന്നാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ജിൻഡോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനും എനിക്കതേ മനസ്സിലായുള്ളൂ. ജാസ്മിൻ, അത് തന്നെ പറഞ്ഞ് നിങ്ങൾ ഒറ്റ ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ സായി ഋഷി ഇവിടെ. അപ്പോൾ സായി, ജാസ്മിൻ്റെ ഗെയിം മനസ്സിലായി. കളിക്കാനൊപ്പം കൂട്ടുന്നവരുടെ ഇൻറ്റൻഷനും കൂടി നോക്കണം. എൻഡ് ഓഫ് ദ ഡേ ജിൻഡോയ്ക്ക് ഷോ മതി, അലറി വിളിക്കൽ, ഇതൊക്കെയാണ് ജിൻഡോയ്ക്ക് വേണ്ടത്. അയാൾ ഹാപ്പിയാണ്. ജാസ്മിനും അഭിഷേകും ജിൻഡോ. അപ്പോൾ അഭിഷേക്, ടാസ്ക് എന്തായാലും മനസ്സിലായില്ല കുറേ പേർക്ക്, അത് വിട്, കഴിഞ്ഞല്ല. അപ്പം ജാസ്മിൻ, എനിക്ക് ദേഷ്യമുണ്ടല്ലോ, എനിക്ക് പോകുന്നില്ല ഇയാളോട്, എൻ്റെതും കളഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക്, ജാസ്മിൻ ജിൻഡോനെ പിടിച്ച്, ഇവിടെ ഇരിക്കും മനുഷ്യ, എന്നെ ഔട്ടാക്കുമോ നിങ്ങളെ ഞാൻ ഇന്ന് കടിച്ചു, പറയുന്നില്ല ഞാനൊന്നും, പിന്നെ പറയുന്നില്ല, ഞാൻ സോഫയുടെ മണ്ടേക്കറി നിങ്ങളുടെ ഓരോ മുടിയും ഞാൻ വലിച്ചെടുക്കും കേട്ടാ. അപ്പം മിണ്ടായിരിക്കും ബിഗ് ബോസ് ടാസ്കിന് വിളിച്ചേക്കുന്നത്. നിങ്ങളെ നോക്കിക്കോ. അയ്യടാ ചിരി, ഇപ്പം ജിൻഡോ ചിരിക്കുന്നത്, ചിരി കണ്ടില്ലേ, അയ്യടാ ഇരുന്ന് നിങ്ങളെ രാത്രി ഞാൻ കണ്ണിൽ ഞാൻ ഉറക്കത്തില്ല, കഴിഞ്ഞ മുളക് പൊടി ഇട്ടിട്ട് ഞാൻ ഉപ്പ് വാരിയത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ടാസ്ക് കയ്യാലപ്പുറം 2 ആക്ടിവിറ്റി ഏരിയയിലാണ് നടക്കുന്നത്. 2 പേർക്ക് വെച്ച് കളിക്കാം. അതായത് നമ്മുടെ ഒരു പലകയുണ്ട്, ആ പലകയിൽ ഒരു സൈഡിൽ ബോളും ഒരു സൈഡിൽ ഒരു ബീക്കറും ഉണ്ട്. അതിൽ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യണം. നല്ല പാടാണ് കേട്ടോ. അർജുനും നോറ ആദ്യം പോകുന്നു, അതിന് തൊട്ട് അർജുനും നോറയാണ് പോകുന്നത്. 4 ബോൾ അർജുൻ ഇടുന്നു, 3 ബോൾ നോറ. സായി സിജോ അടുത്ത് പോകുന്നു, സിജോ 4 ബോൾ, സായി 2. അഭിഷേകും ഋഷി അടുത്ത് പോകുന്നു, അഭിഷേക് 6, ഋഷി 2. അഭിഷേക് 6 എണ്ണം ഇടുന്നു കേട്ടോ. നന്ദനെ ശ്രീധുനും 0, ജാസ്മിനും ജിൻഡോയ്ക്കും, ജാസ്മിന് 0, ജിൻഡോയ്ക്ക് 3, അഭിഷേകിന് 6, സിജോയ്ക്ക് 4, അർജുന് 4, നോറയ്ക്കും ജിൻഡോയ്ക്കും 3. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ താഴെ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അഭിഷേകിന് എന്തായാലും ജയിച്ചിരിക്കുകയാണ്. പക്ഷേ സിജോയും അർജുനും തമ്മിൽ ഒന്നും കൂടെ മത്സരം നടത്താം, ടൈ ആണ്. ആദ്യം 5 ബോൾ ഇടുന്ന ആൾ വിജയ്, സെക്കൻഡ് പൊസിഷൻ. അങ്ങനെ അർജുനാണ് ആദ്യം 5 ബോൾ ഇടുന്നത്. അങ്ങനെ അർജുന് സെക്കൻഡ് പൊസിഷൻ കിട്ടുകയാണ്. അങ്ങനെ ആ ടാസ്കും കഴിയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ജിൻഡോയും ജാസ്മിനും അഭിഷേകും സിജോയും ഒക്കെ ഇരിക്കുകയാണ്. അപ്പം സ്കോർ ബോർഡ് നോക്കിയിട്ട് ജാസ്മിൻ, അയ്യോ എനിക്കിതൊന്നും കാണാൻ വയ്യേ, ഇതൊക്കെ എടുത്തോണ്ട് പോകാൻ അങ്ങോട്ട്, അയ്യോ എനിക്കിതൊന്നും കാണാൻ വയ്യേ, എല്ലാവരും പൊങ്ങി വരുന്നു, ഞാൻ മാത്രം താഴെ ഇരിക്കുന്നു, നീ എന്നെയും കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ ഋഷി. അപ്പം ജാസ്മിൻ, ആദ്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് വേറെ ടാസ്ക് തരാം, നോക്കുമ്പോൾ അതും പറ്റണില്ല. അപ്പോൾ ടോട്ടലി എനിക്കൊന്നും പറ്റത്തില്ല അല്ലേ. അത് കഴിഞ്ഞ് പന്താട്ടൻ ടാസ്കിനകത്ത് അറിയാമല്ലോ, പന്ത് ബാലൻസ് ചെയ്യണം. ആദ്യം അവിടെ നിന്നിട്ട് ബാലൻസ് ചെയ്യണം, പിന്നെ താഴോട്ട് ഇറങ്ങണം. ആദ്യം പോയത് നോറയും അർജുനുമാണ്. നോറ കൂടെ പോയി, പക്ഷേ നോറയ്ക്ക് നിൽക്കാൻ പറ്റിയത് 10 സെക്കൻഡ് പന്തും പിടിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 33 സെക്കൻഡേ അർജുന് നിൽക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ ശേഷം അഭിഷേകും സായും. അതിനകത്ത് അഭിഷേക് നല്ല രീതിയിൽ നിന്നു കേട്ടോ, നല്ല രീതിയിൽ കളിച്ചു. അഭിഷേക് 5.5 സെക്കൻഡ്സും, സായിയാണ് ഇതിനകത്ത് കേമൻ 5.15 സെക്കൻഡ്സും. അങ്ങനെ കൂടുതൽ കളിച്ചു, കൂടുതൽ നിന്നു. സായിക്ക് ആ ട്രിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ ശേഷം ജാസ്മിനും ശ്രീധുവും. ജാസ്മിനാണെങ്കിൽ ബസർ അടിച്ച് കഴിഞ്ഞിട്ടും അസർ അടിക്കുന്നതിന് മുന്നേ വീണ് ബസർ അടിച്ചിട്ട് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. എന്നിട്ട് ശ്രീധു ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബസർ അടിച്ച് 1 സെക്കൻഡ് ശ്രീധു പിടിക്കുകയായിരുന്നു. പക്ഷെ അത് കൈ വിട്ടപ്പോഴാണ് ബിഗ് ബോസ് ആഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ജാസ്മിനെ അവൾ പിടിച്ചോണ്ടിരിക്കണം, അതുപോലെ ഞാനും പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ ബിഗ് ബോസ് ജാസ്മിൻ ഔട്ടായി. ഋഷിയും സിജോയും. ഋഷിക്ക്
3.5 സെക്കൻഡ്, സിജോയ്ക്ക് 5 സെക്കൻഡ്, ജാസ്മിന് 3 സെക്കൻഡ്, ശ്രീധുവിന് 13 സെക്കൻഡ്. അങ്ങനെ നന്ദന 25 സെക്കൻഡ്, ജിൻഡോ 37 സെക്കൻഡ്. ഈ ടാസ്ക് ജയിച്ചേക്കുന്നത് സായിയാണ്. സായി, അഭിഷേകും ഋഷിയും. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ സായി, അഭിഷേക്, ഋഷിയും കൂടെ സായി. ഇതിങ്ങനെയൊക്കെ തന്നെ. അപ്പം നോറ എല്ലാം അറിയുന്ന പോലെ ഇരിക്കുക, അതാ നല്ലത്. നിങ്ങളെന്തൊക്കെയോ പറയുന്നു ബോളിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഋഷി എന്താ നോറ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്, മറ്റേ വഴക്ക്. അപ്പം നോറ, നിന്നോട് ജാസ്മിൻ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞോ? എൻ്റെത് അല്ല ഋഷി, മറ്റേ ആ സംഭവമാണ്. അപ്പോൾ ഋഷി, എടി ജാസ്മിനാണെങ്കിൽ എല്ലാം പോയിരിക്കുകയാണ്, അവളിപ്പം ആരുടെയൊക്കെ ഇട്ടാലും അവൾക്കൊരു കുഴപ്പമില്ല, നീ വെറുതെ വിട്, നീ അൻസിബയുടെ കാര്യം അത് വിട്ടേക്ക്. അപ്പം നോറ, ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെ, എൻ്റെ പൊന്നു നോറയെ നീ വിട്ടേക്ക്. ഋഷി അവിടുന്ന് സ്കൂട്ടാവേണ്ടി രക്ഷപ്പെടുകയാണ്. അപ്പം നോറ തനിയെ, ഞാൻ എന്ത് ചെയ്യാനാണ്, എന്നോട് ആരും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തനിയെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് സിജോ പോയിട്ട് ടോപ്പ് 5 ആരൊക്കെ, ഋഷി, സായി എല്ലാവരും ഉണ്ട്, നന്ദന ഒക്കെ ഉണ്ട്. അങ്ങനെ നന്ദന അപ്പോൾ നീ ആഴ്ച പോകും എന്ന് സിജോ നന്ദനയുണ്ട്. അപ്പം നന്ദന സിജോനെ മലർത്തിയടിച്ച് കാലിലെ രോമമൊക്കെ വലിച്ച് പിക്കുകയാണ്. എല്ലാവരും ഓടുന്നു. നന്ദന അറ്റാക്കിംഗ് മോഡിലാണ് നിൽക്കുന്നത്. നന്ദനേനെ മറ്റേ പുതപ്പ് കൊണ്ട് വലിഞ്ഞു മൂടി കെട്ടി അടക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും കാലിലെ രോമം പോകും. അങ്ങനെ സ്കോർ ബോർഡ് നോക്കി നിൽക്കുകയാണ് ഇവിടെ അഭിഷേക്. അപ്പോൾ ഋഷി പറഞ്ഞു നാളെ തന്നെ മലർത്തിയടിക്കും, പക്ഷെ വൺസ് പൊങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എപ്പിസോഡ് നടന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.